മഹാശിവരാത്രി നിങ്ങളിലെല്ലാവരും വന്നിരിക്കുന്നത് എന്താണ്? ഈ ശിവരാത്രിയുടെ ആ ഒരു കമ്പനത്തെ, ഊർജത്തെ അനുഭവിച്ചറിയാനാണ്. ശൈവ സിദ്ധാന്തത്തിലുള്ള ഗുരുക്കന്മാർ പറയാറുണ്ട്, ശിവനാകുന്ന ആ ഒരു ബോധത്തെ അത് മറ്റുള്ള ജ്ഞാനം പോലെ അല്ലെ ശിവസൂത്രങ്ങൾ പോലെ മനസ്സിലാക്കുന്നൊരു പ്രക്രിയയല്ല അവർ ആഗ്രഹിക്കുന്നത്. ശിവനാകുന്ന കമ്പനത്തെ എനിക്ക് അനുഭവിക്കണമെന്നുള്ള തിരിച്ചറിവാണ് സിദ്ധയോഗിയും ശൈവ സിദ്ധാന്തങ്ങളും ഒക്കെ പറയുന്നത്. ഇന്ന് നമ്മളിവിടെ പങ്കിടുന്ന ഒരു 10 മണിക്കൂർ നേരത്തോളം സമയം നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ഊർജമുണ്ട്, ഒരു കമ്പനമുണ്ട്. അതിൻ്റെ ഉയർന്ന അവസ്ഥയാണ് ധ്യാനം, ധാരണ, സമാധി എന്നൊക്കെ പറയുന്നത്. നമ്മളൊരു മനസ്സിൻ്റെ ഒരു ഭാവനയിൽ ഇവിടെ ഒന്നും സൃഷ്ടിക്കുന്നില്ല. ഈശ്വരനെ വിളിച്ചു വരുത്തുന്നോ, ഈശ്വരൻ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഒന്നും പറയുന്നില്ല. നിങ്ങൾക്കറിയാം, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടുകയോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ നൽകുന്ന ഓരോ എനർജിയും അത് നിങ്ങൾ ഈ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കമ്പനത്തെ ദീക്ഷയിലൂടെ സാധ്യമാകുന്നത് ഏറ്റവും ഉയർന്ന അവസ്ഥയുമാണ്. ഇതൊരു കമ്പനമാണ്. സൃഷ്ടി മുഴുവനൊരു ഊർജ്ജമാണ്. അതിൻ്റെ അടിസ്ഥാനം ശൂന്യവുമാണ്. ഇതിനെയാണ് നിങ്ങൾ ഇന്നിവിടെ മനസ്സിലാക്കുന്നത്, ഇതിനെയാണ് അനുഭവിക്കുന്നത്. ഈ സൃഷ്ടിയെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഒരു കമ്പനമായാണ്, ഒരു തിരിച്ചറിവിൻ്റെ, ബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന കോൺഷ്യസ്നസ്. ഈശ്വരനെ അർത്ഥമാക്കുന്നത് ബോധമെന്നാണ്. ഈ ബോധത്തെയാണ് ഈ ശിവരാത്രിയിൽ നിങ്ങൾ അറിയാൻ പോകുന്നത്.